ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മക്കളെ, ഇന്നത്തെ ദിവസം സന്തോഷത്തോടെയാണോ നിങ്ങൾ ഉണർന്നത്? ഈ ഒരു ദിവസം സന്തോഷത്തോടെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ തീരുമാനിച്ചോ? കറക്റ്റായിട്ട് രാവിലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. ഇന്ന് ഞാൻ എന്ത് വന്നാലും സന്തോഷമായിരിക്കും എന്നുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷമയുടെ ശക്തി. പലരും വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ദേഷ്യം വന്ന് പൊട്ടിത്തെറിച്ചു വായിൽ വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അലറി ബഹളം ഉണ്ടാക്കി അതാണ് ഒരു മനുഷ്യന്റെ ശക്തി എന്നുള്ളതാണ്. ശാന്തമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി. 1893 യുവ അഭിഭാഷകനായിരുന്ന മഹാത്മാഗാന്ധി പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹത്തിനൊരു മോശം അനുഭവം ഉണ്ടാവുകയാണ്. അതായത് അദ്ദേഹം ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയായിരുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേഷനിൽ നിന്നും കയറിയ വെള്ളക്കാരനായ വ്യക്തി ഒരു കറുത്ത വർഗക്കാരനായ ഗാന്ധിക്കൊപ്പം സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം ഗാന്ധിജിയോട് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലേക്ക് മാറാനായിട്ട് ആവശ്യപ്പെട്ടു. ഗാന്ധിജി അതൊരിക്കലും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. കാര്യം നിയമപരമായി അദ്ദേഹത്തിന്റെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ട്. എന്നിട്ട് എന്തിന് അദ്ദേഹം സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിലേക്ക് പോകണം? അദ്ദേഹം അതിന് തയ്യാറായില്ല. റെയിൽവേ ഗാർഡ് അദ്ദേഹത്തെ ആ ഒരു സ്റ്റേഷനിൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ലഗേജും കൂടെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് തള്ളി. തനിക്കുണ്ടായ ആ ഒരു മോശം അനുഭവം ട്രെയിനിൽ നിന്നും അദ്ദേഹത്തെ താഴേക്ക് തള്ളിയിട്ടു. അദ്ദേഹം ആ ഇരുണ്ട റെയിൽവേ സ്റ്റേഷന്റെ വെയിറ്റിംഗ് റൂമിൽ പെട്ടിയും പിടിച്ച് അങ്ങനെയിരുന്നു. ആ രാത്രിയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഞാൻ ഒരിക്കലും പേടിച്ചോടില്ല സൗത്ത് ആഫ്രിക്കയിൽ നിന്നും. എനിക്ക് തോക്കും വാളും ബോംബും ഉപയോഗിച്ചല്ല എനിക്കിതിനോട് പ്രതികരിക്കേണ്ടത്. ക്ഷമയോടെ സത്യാഗ്രഹത്തിന്റെ മാർഗത്തിലൂടെ ഞാൻ ഇതിനു വേണ്ടി പൊരുതും എന്ന് അദ്ദേഹം തീരുമാനിച്ചു. 21 വർഷങ്ങൾ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ ചിലവഴിച്ചു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പയറ്റി തെളിഞ്ഞ ആ അനുഭവം അദ്ദേഹത്തിന്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അന്നുണ്ടായ ആ അനുഭവമാണ് അദ്ദേഹത്തെ വേറിട്ട ഒരു ചിന്തയിലേക്ക് എത്തിച്ചത്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയത് തോക്കും വാളും ബോംബും ഉപയോഗിച്ചായിരുന്നില്ല. സത്യാഗ്രഹത്തിന്റെ മാർഗത്തിലൂടെയാണ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ചെറുപ്പകാലം മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പലർക്കും ക്ഷമയെന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഡിക്ഷണറിയിലില്ല. മറ്റുള്ളവരോട് ഒരു കാര്യത്തിലും ക്ഷമിച്ചു കൊടുക്കില്ല. എന്തു വന്നാലും ദേഷ്യവും പൊട്ടിത്തെറിയുമായിട്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാ ഞാൻ ചോദിക്കുന്നത്. ചിലർ പറയും ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്, യൂട്യൂബിൽ വീഡിയോ കണ്ട് 2 ദിവസം ചെയ്തു, 3ന്റെ അന്ന് ചെയ്യില്ല. മടി. നമ്മുടെ സിൽവർ ക്ലാസ്സിൽ ഞാൻ എല്ലാവരെയും ഇരുത്തി ഓരോ ദിവസവും മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും. അങ്ങനെ എല്ലാ ദിവസവും കൺസിസ്റ്റൻസിയോടെ മെഡിറ്റേഷൻ ചെയ്തു വരുമ്പോൾ നമ്മൾ ആ ക്ഷമ പഠിക്കുകയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ദേഷ്യപ്പെടണം എന്ന് വിചാരിച്ച ദേഷ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ്. ചില സമയത്ത് പിള്ളേരോടൊക്കെ ദേഷ്യം അഭിനയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പോ നമുക്ക് നല്ല ക്ഷമയാണ് വേണ്ടത്. ക്ഷമയാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. പലർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞ ക്ഷമയാണ്. ദേഷ്യം വരിക, അലറുക, ബഹളം വെക്കുക. ഈ നിമിഷം മുതൽ എൻ്റെ മക്കൾ തീരുമാനിക്കുക, എനിക്ക് നല്ല ക്ഷമയുള്ള വ്യക്തിയാകണം. ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത് അഹിംസയുടെ മാർഗമാണ്, അല്ലെ? ആ മാർഗത്തിലൂടെ, സത്യത്തിന്റെ മാർഗത്തിലൂടെ, നന്മയുടെ മാർഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും വിജയിക്കാം. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടീനേജ് ക്ലാസ്സിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ടീനേജ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് 9567274997 എന്ന നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ
കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ടോപ്പിക്കുമായി, ഒരു പുതിയ ലൊക്കേഷനുമായി, ഒരു പുതിയ അറ്റയറുമായി ടീച്ചർമ്മ വരുന്നതായിരിക്കും. നിങ്ങളൊന്ന് ആലോചിക്കുക, ഓരോ ദിവസവും ഓരോ കണ്ടന്റ്, ഓരോ ലൊക്കേഷൻ, ഓരോ അറ്റയർ, ഇതൊരു ഈസി ജോബല്ല. ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ എൻ്റെ മക്കള് കൃത്യമായിട്ട് വീഡിയോസ് കാണണം. ഒരു ദിവസം പോലും വീഡിയോ മുടക്കരുത്. രാവിലെ തന്നെ ഒരു ചൂട് ചായയുമായിട്ട് വന്നിരുന്ന ക്ലാസ് കേൾക്കുക, കേട്ടിട്ട് അതിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് മാറും. അതിൽ സംശയമൊന്നുമില്ല അല്ലെ. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഒരുപാട് സ്നേഹം നിങ്ങൾ തരാറുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ. ലവ് യു.